ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വിഷുവാണ്. പുലർച്ചയ്ക്ക് തന്നെ എണീച്ചിട്ടുണ്ട്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 വിഷു ആശംസകൾ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കണിയൊരുക്കാം. അപ്പോൾ കുളിച്ചിട്ട് കാണാം. കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണിയൊരുക്കാലോ. ബാ. ഞാനും അമ്മയും കൂടി ഗംഭീരമായ ഒരു കണി ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമ്മുടെ വിഷുക്കണി? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടുത്തെ കണി കണ്ടിട്ട് വേണം ഇനി കോവിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ആമീനെ എണീപ്പിക്കണം. ഇതാ ആമീനെ എടുത്തുകൊണ്ട് അമ്മ വരുന്നുണ്ട്. അവൾ ആദ്യം വിചാരിച്ച് പുറകിലോട്ടാണ്, അപ്പോഴേ എന്നെയാണ് നോക്കാൻ വേണ്ടി പോയത്. അപ്പോഴേക്ക് തിരിച്ച് അമ്മ കണ്ണൻ്റെ അടുത്തോട്ട് നിർത്തി. അങ്ങനെ ആമീസ് കണി കണ്ടു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ കത്തിച്ച് വെച്ചതായിരുന്നു. ആമിക്ക് അമ്മമ്മ കൈനീട്ടൊക്കെ കൊടുത്തു. അതപ്പാടും എൻ്റെ കൈ കൊണ്ട് തന്നു കേട്ടോ. കോവിലിലെ കണി കാണാം. ഇനി അങ്ങോട്ട് പോവാം. ബാ. ആമീസെല്ലാം ഉറക്കപ്പിച്ചേലാട്ടാ. എങ്ങനെ ഒണിപ്പിച്ചിട്ട് കണിയെല്ലാം കണ്ടത്. നമുക്കിനി കോവിലോട്ട് പോവാം. നോക്കിയറിയിക്കോ. അമ്മമ്മയെ പോളും ദാ പോകുന്നു. കോവിലിലെ കണിയും കണ്ട് കഴിഞ്ഞിട്ട് വാങ്ങി വന്നു കേട്ടോ. ഇനി അമ്പലത്തേക്കുള്ള യാത്രയാണ്. അതിനായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. സമയത്ത് ഒരു ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ്. നല്ല മഞ്ഞും നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ദിവസം മഞ്ഞ് കൊണ്ടതേ ഉള്ളൂ. അങ്ങനെ നമ്മളൊക്കെ റെഡിയായി ഇതാ വണ്ടി വന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. കണ്ടോ എങ്ങനെയുണ്ട്? നല്ല മഞ്ഞല്ലേ, അടിപൊളിയാണ് കേട്ടോ ഈ വൈബ്. മഞ്ഞിൻ്റെ മാത്രമല്ല, പടക്കം പൊട്ടിച്ചതിൻ്റെ ഒരു പുകയും ഇങ്ങനെ നല്ലോണം പരന്നിട്ടുണ്ട്. രണ്ടും കൂടി ആയപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും ഞാനും ആമയും അമ്മയായിരുന്നു കേട്ടോ. പിന്നെ ഏച്ചിനെയും കൂടെ കൂട്ടാൻ വേണ്ടി കുറച്ച് അപ്പുറത്തായിട്ട് പോയിട്ടുണ്ട്. ഇത് ശ്രീചേച്ചി കേട്ടോ. ആദ്യം പോയത് കീഴൂരുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. വിഷുക്കണിയൊക്കെ കണ്ടു, കൈനീട്ടമൊക്കെ വാങ്ങി ഞങ്ങൾ അടുത്ത അമ്പലത്തിലോട്ട് പോയി. ഇതിന് മുകളിലാണ് അടുത്ത അമ്പലം, ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അവിടെയും പോയി വിഷുക്കണിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് കൈനീട്ടമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തത് വേറൊരു അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അടുത്ത അമ്പലത്തിലേക്ക്. പെരുമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ അമ്പലം. ഇത് ഇരിട്ടി പഴയ പാലം കേട്ടോ. പുതിയ പാലം പോകുമ്പോൾ കാണിച്ചു തരാവേ. ആ മലയിലേക്ക് നോക്കി നിറച്ചും മഞ്ഞ്. ആയി നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മളങ്ങനെ അമ്പലത്തിലെത്തി. ഇരിട്ടി ചോങ്കുന്ന് ശിവക്ഷേത്രം കേട്ടോ. ബാലശിവനാണ് ഇവിടെ പ്രതിഷ്ഠ. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളെങ്കിലും ഈ അമ്പലത്തിലേക്ക് ആദ്യമായിട്ടാട്ടോ നമ്മൾ വരുന്നത്. ഈ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി ഒരു സമയമുണ്ടെന്ന് പറയില്ലേ, അതായിരിക്കും. അമ്പലത്തിലെത്തി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ വിഷുക്കണി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നല്ല രസമുള്ള വ്യൂ ആയിരുന്നു. അടുത്ത് പുഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുവാണ്. ഇതാട്ടോ ഇരിട്ടി പുതിയ പാലം. പഴയ പാലം പുതിയ പാലം ഉണ്ട്. പുതിയ പാലം വന്നിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. പ്രളയത്തിൽ പാലത്തിന് പല കേടുകൾ സംഭവിച്ചായിരുന്നു. അങ്ങനെ പുതിയ പാലം പണിതാണ്. ഇതാട്ടോ ആദ്യം പോയ അമ്പലം. നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു നമ്മൾ പോയി വന്നപ്പോഴും. അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി. ഇന്നലെ പടക്കം പൊട്ടിച്ച് എൻ്റെ ഫുള്ള് റോഡിൽ കാണാനുണ്ട്. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് ഇറങ്ങി വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. പറയണ്ടല്ലോ, എന്നത്തെ പോലെ നമ്മളെ കാത്തിട്ട് ലൂണ ബേബി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കണ്ടപാട് എന്തോ പരാതി പറഞ്ഞു. ആദ്യം ഒന്ന് കണ്ടപ്പോൾ എന്നെ ദേഷ്യത്തോടെ നോക്കി. പിന്നെ ഒരു പരാതി പറച്ചിലായിരുന്നു കേട്ടോ. എന്താ എന്നെയും കൂട്ടാണ്ട് പോയത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ഒരു ഫോട്ടോഷൂട്ട് തന്നെയായിരുന്നു. ഞാനും അമ്മയും കുഞ്ഞും എല്ലാം കൂടി ഫോട്ടോയും വീഡിയോസെല്ലാം എടുത്തു. അടുത്തതായി കുക്കിംഗ് പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി വെക്കാനായിരുന്നു പരിപാടി. അമ്മ ഉള്ളിയെല്ലാം വാട്ടി മസാലക്കുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പായസത്തിന് വേണ്ടിയിട്ടുള്ളതും നെയ്ച്ചോറിടാൻ വേണ്ടിയിട്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്.
ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടനും ഉണ്ട് കേട്ടോ. ഏട്ടൻ അങ്ങനെ വീഡിയോയിലൊന്നും വരലില്ല, പക്ഷെ ഞാൻ കാണാണ്ട് എടുത്തതാണ്. അങ്ങനെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പായസത്തിലേക്ക് കുറച്ചും കൂടി കാഷ്നട്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടി പിന്നെ ഞാനും ഏട്ടനും കൂടി സെറ്റാക്കി. നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഇനി ഏകദേശം പരിപാടിയൊക്കെ സെറ്റാവും. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് പണി കുറവായിരുന്നു എനിക്ക്, അതുകൊണ്ട് ഇപ്പോൾ ഒരു ചള്ളാസാക്കാൻ പറഞ്ഞിട്ട് ഉള്ളിയും ഇതൊക്കെ കൂട്ടിയിട്ട് ചള്ളാസെല്ലാക്കി കൊടുത്തു. എന്നിട്ട് ആമീൻ്റെ പരിപാടി എന്താണെന്ന് വെക്കുക, കണ്ണനോട് വർത്താനമൊക്കെ പറഞ്ഞ് കണ്ണനൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര വർത്താനമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും അനിയത്തി ഹസ്ബൻഡും മോളും കൂടി വന്നു. അവർ വന്നാൽ പിന്നെ പറയണ്ട, ആമിക്കൊരു കൂട്ടായി. ആമിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവളെ കണ്ടപ്പോൾ. പിന്നെ രണ്ടാളും കൂടി കളിയും ഡാൻസും ഒക്കെ ആയിരുന്നു. എന്നാലടുത്ത് ഇനി ഫുഡ് പരിപാടിയിലേക്ക് കിടന്നാലോ. ദമ്മൊക്കെ പൊട്ടിച്ചു. ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ബിരിയാണിയും ചള്ളാസും അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം നമുക്ക്. ആദ്യം പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു, അതിന് ശേഷം നമ്മളിരുന്നു കേട്ടോ. പെങ്ങളും പെങ്ങളുടെ ഹസ്ബൻഡും കൂടി പുറത്ത് പോയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ലേറ്റായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ ഫാന് നിന്ന് പോയിട്ട് കുറേ ദിവസമായി. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാനൊക്കെ ഫിറ്റാക്കി. ആമീസിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കൈയടിക്കുമായിരുന്നേ ഫാൻ ഓണാക്കിയപാട്. അതിനുശേഷം പിന്നെ അവർ വന്ന് അവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ മഴ തുടങ്ങിയത്. അയ്യോ, പേരും മഴയായിരുന്നു. 2 മണിക്കൂറോളം പെയ്തു. എന്തായാലും നമ്മുടെ വിഷുവിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോഴാണ് മഴ പെയ്തത്. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ, മഴയുണ്ടായിരുന്നോ? എന്തായാലും ഇങ്ങോട്ടേക്ക് നല്ല അടിപൊളി മഴയായിരുന്നു. ആമീസ് അതിൻ്റെ ഇടയ്ക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കി. എൻ്റെ അടുത്ത് മഴ കിട്ടിയപ്പോഴത്തേക്കും കയറിപ്പോയി. കുറച്ച് കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുള്ളതുകൊണ്ട് ബാക്കിയും കൂടി എല്ലാം കത്തിച്ചു. പിന്നെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ താങ്ക് യു.